ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹൈക്കിംഗ് ഡ്രൈവ്സ്. ഇസ്രയേലിൽ റോഡ് സൈഡുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നൊരു മരമാണ് ഒലീവ് മരങ്ങൾ. ഈ ഒലീവ് മരത്തിൻ്റെ തൊലിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ കാണുന്ന പോലെ ഇങ്ങനെ നല്ല നല്ല എന്താ പറയുക, കുനുകുനോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അത്യാവശ്യം വലിയ വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ കാണില്ല പല ഷേപ്പുകളിൽ, അതായത് നേരെ അഴിക്കില്ല, ചെരിഞ്ഞും നിവർന്നും മലന്നും ഒക്കെ ആയിട്ടുള്ള ഷേപ്പുകളിലായിരിക്കും ഇതുണ്ടാവുക. ഇതിനിങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് ഹൈലൈറ്റ് അടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഇലയാണ്. ഇല എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇങ്ങനെ ചെറിയ നീളത്തിൽ ഉള്ള ഇലകളായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഒലീക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഇത് നിറച്ചും ഉണ്ടാവും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നിറച്ചും ഉണ്ടാവും. ഒരു മരത്തിൽ മൊത്തം ഉണ്ടാവും. ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒലിവുകായകളിലെ അത് ഉപ്പിലിട്ട് ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു കണ്ണിമാങ്ങ കഴിക്കുന്ന പോലെ അതേ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനത്തെ ഒലിവുക. കഴിക്കാത്തവർ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ശരിയാവില്ല. അതേ ഒരു ഐറ്റം തന്നെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കുറേ വിവിധ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതായത് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പച്ച നിറത്തിലുള്ളതും അതുപോലെ കുറച്ചൊരു ബ്ലാക്ക് കൂടിയ നിറത്തിലുള്ള കുറേ ഒലിവുകായകൾ വേറെ ഉണ്ട്. ജസ്റ്റ് ഈ ഒലിവ് മരവും കായും കാണിക്കാൻ വേണ്ടി ചെറിയൊരു വീഡിയോ കാണാത്തവർക്കായി. ഓക്കെ, പിന്നെ കണ്ടില്ലേ, ഇത് വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. അതായത് ഇസ്രയേലിൽ ഈ ഒലിവ് മരങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് വലിയ അധികമായിട്ടുള്ള ശിഖരങ്ങളെല്ലാം മുറിച്ച് കളഞ്ഞ് കൃത്യമായ ഷേപ്പിൽ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതി. കാരണം ഇതാ ഈ ഒരു വഴിയിലേക്ക് ഈ വഴിയും ഈ ഒലിവ് മരവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അതാണ് ഇതിൻ്റെ നമ്മളൊരു ഏതൊരു കാര്യമാണെങ്കിലും അതിന് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു മരം, ഈ ഒലീവ്സിൻ്റെ മരങ്ങൾ. കണ്ടില്ലേ, ഒലീവിൻ്റെ ഇല, ഒലീവിൻ്റെ തടി. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളെയും കാണിക്കാൻ തോന്നി. അപ്പോൾ ഒലീവ് കണ്ടോ, നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ.